Angamali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി. സംസ്ഥാനത്തേക്ക് 100 പദ്ധതികളിലായി 36,000 കോടി രൂപയുടെ നിക്ഷേപം എത്തിയെന്ന് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചു. Ladies and gentlemen, here we have stall unveiling ceremony, the flag unveiling ceremony. Let's make it better. സേവനാവകാശ കമ്മീഷൻ ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി. സർക്കാർ സർവീസിൽ സെക്രട്ടറി ലെവലിന് മുകളിൽ പ്രവർത്തിച്ച ഒരാൾ, ഇൻഡിപെൻഡന്റ് അതോറിറ്റി. കാരണം മറ്റൊരു ചിലപ്പോൾ അപ്പീൽ അതോറിറ്റിയും കൊടുക്കേണ്ട ആൾ ഒന്നിച്ചായിരിക്കും ചായ കുടിക്കാൻ പോണേ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ കണ്ണടച്ച് കളയും. ഈ അപ്പീൽ അതോറിറ്റി ഇൻഡിപെൻഡന്റ് ആണ്. ഏത് ഓഫീസിൽ പരിശോധിക്കാം, അപ്പീൽ അതോറിറ്റിയുടെയോ കൊടുക്കേണ്ട ആളുടെയോ. വീഴ്ച വരുത്തി കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ 3,000 രൂപ മുതൽ 15,000 രൂപ ഫൈൻ ഈടാക്കാം, ഡിസിപ്ലിനറി ആക്ഷൻ ശുപാർശ ചെയ്യാം. യഥാർത്ഥത്തിൽ ഞങ്ങളിലല്ല അധികാരം. അധികാരമുള്ളവരെക്കാളും അധികാരം ജനങ്ങളുടെ കയ്യിലുള്ള അധികാരമാണ്. അതാണ് ജനാധിപത്യത്തിന്റെ പ്രത്യേകത. പവർ ഉള്ള പീപ്പിൾ അല്ല, അതിനേക്കാൾ സ്ട്രോങ് ജനങ്ങളിലുള്ള പവറിനാണ്, ജനങ്ങളിലുള്ള അധികാരത്തിനാണ്. അതാണ് ഇപ്പോൾ പാസ്സാക്കിയ നിയമം. അതുകൊണ്ട് ഇനി കുറെ കൂടി എളുപ്പമാണ്. ഏതെങ്കിലും ഡിലേ വന്നാൽ അത് അതിവേഗത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുക, ഇതാണ് സർക്കാർ ശ്രമിക്കുന്നത്. ലോജിസ്റ്റിക് നമുക്ക് നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം, തിരുവനന്തപുരത്തിലെ പൊട്ടൻഷ്യൽ, കേരളം മൊത്തത്തിൽ ഒരു നഗരമാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഇവിടെ തന്നെ അവിജ്ഞ തുടങ്ങിയതിന് ശേഷം ചെറിയ 2 എണ്ണം ഞാൻ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ 2 ചെറിയ സ്മോൾ ലോജിസ്റ്റിക് ബസ് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം അതിനൊരു ആങ്കർ വരുമ്പോൾ ഇവർക്ക് കൊള്ളാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചെറുത് വരും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ശനിയാഴ്ച ഞങ്ങൾ പുതിയൊരു പദ്ധതി കൊച്ചിയിൽ TCC കളമശ്ശേരി തന്നെ BPCLന്റെ 100 കോടി ഇൻവെസ്റ്റ്മെന്റിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ. ഒരു വർഷം 1,600 ചെറുപ്പക്കാർക്ക് 3 മാസം 6 മാസത്തെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ, ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. BPCL 10 കോടി റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ ഓരോ വർഷവും. നമ്മുടെ കുട്ടികൾക്കെല്ലാം നമുക്ക് സ്കില്ല് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫ്രീ ആയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏത് ഇൻഡസ്ട്രി വേണോ അവർക്ക്. ഞങ്ങൾ 2031 പുതിയ ഒരു വിഷനിൽ ഒന്നുകൂടി ഉണ്ട്, കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. PPP ആണ്. ഗവൺമെന്റ് സ്ഥലം കൊടുക്കും. ഇപ്പൊ ജോൺസൺ അച്ഛൻ പറയാണ്, ഞങ്ങൾക്ക് മെഡിക്കൽ ടെക്നീഷ്യൻ, മെഡിക്കൽ ഇതെല്ലാം കുറെ കോഴ്സ് ഉണ്ട്, ഞങ്ങൾ നടത്തിക്കോളൂ. ഞങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുള്ളൂ. വൈസ് ചാൻസലർ മാത്രം ഗവൺമെന്റിന്റെ ഒരാളുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇൻഡസ്ട്രി, അക്കാഡമിഷ്യൻസ്, ടെക്നോക്രാറ്റ്സ്, അവരുടെ ഗവേണിംഗ് ബോഡി. ഇപ്പൊ വേറൊരു കമ്പനി NDR പറയാണ്, ലോജിസ്റ്റിക് കോഴ്സ് ഞങ്ങളൊരു കോഴ്സ് നടത്തിക്കോളൂ. സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൗകര്യം ഗവൺമെന്റ് ഒരുക്കി കൊടുക്കും. അതിപ്പോ ഞങ്ങളുടെ 2031 വിഷനിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. 250 കോടി രൂപ മുതൽ മുടക്കിൽ NDR സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിക്കുന്ന A ഗ്രേഡ് വെയർഹൌസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ശിലാസ്ഥാപനമാണ് മന്ത്രി നടത്തിയത്. ഈ പദ്ധതി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾക്കും വിതരണ ശൃംഖലയുടെ കാര്യക്ഷമതയ്ക്കും കാര്യമായ സംഭാവന നൽകും. 2026 മാർച്ചോടെ പദ്ധതി കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് രാജ് ശ്രീനിവാസൻ വ്യക്തമാക്കി. ആലുവ MLA അൻവർ സാദത്ത്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് IAS, പഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു, വാർഡ് കൌൺസിലർ സാജു മത്തൈ, NDR സ്പേസ് ബിസിനസ് ഹെഡ് ശ്രീനിവാസൻ, തോമസ് T പൊട്ടംകുളം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. NDR Warehousing is a leading developer of industrial spaces and logistics infrastructure across India. With a legacy spanning over 7 decades, NDR offers Grade A warehouses, in-city logistics, and multi-party warehousing solutions. NDR, under the sagacious leadership of Mr. Amrutesh Reddy, the group currently has a portfolio of around 20 million square feet and envisions adding another 5 million square feet in the next 2 years.
The Alua project is a part of India's larger strategic vision to develop 2 million square feet of grade A warehousing and industrial space in Kerala over the next few years, catering to the growing demand from FMCG, pharmaceutical, e-commerce, and third-party logistics players.